അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. നമ്മൾ ഇന്ന് ഇവിടെ മത്തൻ്റെ ഇല കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചാൽ ഞാൻ കുറച്ച് മത്തൻ്റെ ഇല നല്ല ഇളയ ഇല നോക്കിയിട്ട് നുള്ളിക്കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലത്തെ ഇതൊക്കെ നോക്കി തണ്ടൊക്കെ നല്ല വൃത്തിയാക്കി നോക്കി റെഡിയാക്കി വെച്ചതാണ്. അപ്പം ഇനി നമുക്ക് മണ്ണൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ മേലെ ഇങ്ങനെ പടർന്ന മത്തൻ്റെ വള്ളിമെന്നാണ് ഞാൻ നുള്ളിയിട്ടുള്ളത്. അപ്പം മണ്ണിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നിലത്ത് പടർന്നതാണെങ്കിൽ നമുക്ക് മണ്ണുണ്ടാവും. അതൊക്കെ ഞാൻ നല്ല നോക്കി വൃത്തിയാക്കി ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ നമുക്ക് കഴുകിയതാ ഞാനിങ്ങനെ ഒരു ഇതിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അധികമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് ചെറിയ ജീരകം, പിന്നെ കുറച്ച് നമ്മളെ ചെറിയ ഉള്ളി, 2-3 പട വെളുത്തുള്ളി, പിന്നെ കാന്താരി മുളക് കട്ട. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് നല്ലോണം ചതച്ചെടുക്കണം. പിന്നെ 2 ചെറിയ ഉള്ളി ഞാൻ അതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ഇത് തൂമിച്ച് കൊടുക്കാനാട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഏറ്റവും നല്ലൊരു സാധനം കേട്ടോ. നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഇത് വില ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കാത്തത്. എത്ര പോലെ ഇലയാണ് കേടന്ന് പോകല്ലേ. അപ്പം അതിൻ്റെ ഗുണങ്ങളൊന്നും നമ്മൾ അറിയാത്തതിൻ്റെ പേരിലാണ് അതിമക്ക് നമ്മൾ ചിന്തിക്കാത്തത്. അപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വിറ്റാമിൻ എയും സിയും അടങ്ങിയതാണ് ഈ ഇല. ഇത് നമ്മളെ കണ്ണിനും ചർമ്മത്തിനും ഒക്കെ അത്യാവശ്യം നല്ലൊരു ഇലയാണിത്. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് കണ്ണിൻ്റെ കുറേയൊക്കെ അസുഖങ്ങളും ചർമ്മത്തിൻ്റെ കുറേയൊക്കെ അസുഖങ്ങൾക്കൊക്കെ കുറേ ഇത് കിട്ടും, മാറ്റം കിട്ടും. അതുപോലെ മുറിവൊക്കെ ഉണ്ടായാലും ഇതൊക്കെ തിന്നാൽ വേഗം മുറിവ് ഉണങ്ങും. നമ്മൾ ദേഹത്ത് ഇതിൻ്റെ ഇത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം വിറ്റാമിൻ സിൻ്റെ അളവ് കൂടിയാൽ നമുക്ക് മുറിവുകളൊക്കെ വേഗം ഉണങ്ങി കിട്ടുമല്ലോ. അതൊക്കെ ഇതിലുള്ളതാണ്. അതുപോലെ ഈ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസറിൻ്റെ കോശങ്ങൾ വരെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഈ ഇല നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്നും നമ്മളാരും ശ്രദ്ധിക്കില്ല. നമ്മളൊക്കെ എന്തെങ്കിലും രോഗം വരുമ്പോൾ അതിന് വേഗം ഡോക്ടർമാരുടെ അടുത്ത് പോവുക, കുറേ മരുന്ന് കുടിക്കുക, അതൊക്കെയല്ലേ നമ്മൾ ചെയ്യൽ. നമ്മളതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇങ്ങനത്തെ ഇലകളൊക്കെ ഉണ്ടാക്കി തിന്നത്. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ വളങ്ങൾ വേണ്ടാത്തൊന്നും ഇടില്ലല്ലോ. നല്ല വളങ്ങൾ മാത്രമല്ല ഇതിലിടുള്ളൂ. ചിലത് വളവും ഇടില്ല. പിന്നെ ഇങ്ങനെ പടോളം മുളച്ചുണ്ടാണ് ഇതാണെങ്കിൽ അതങ്ങനെ പടർന്ന് പോകുക എന്നല്ല. നമ്മളാരും അതിമൊക്കെ ശ്രദ്ധിക്കൂല. കായ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് തിന്നാന്ന് പറയും, അത്രയേ ഉള്ളൂ. ഈ ഇലകളൊന്നും നമ്മൾ ഒഴിവാക്കരുതിട്ട്. അതൊക്കെ ഏറ്റവും നല്ല നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ചീരൻ്റെ എണ്ണക്കാട്ടി എത്രയോ നല്ലതാണ് നമുക്കിത്. എല്ലിനൊക്കെ നല്ല ക്യാൻസറൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഇത് സ്ഥിരമായിട്ട് തിന്നാൽ ക്യാൻസറിനെ തടയും എന്നാണ് പറഞ്ഞത്. അത്രയും ഇലക്ക് പല ഗുണങ്ങളുണ്ട്. നമുക്കാർക്കും ഇതിനെ പറ്റിയിട്ട് അറിയുക ചെയ്യുകയൊന്നുമില്ല. ഒരുവിധ ആൾക്കാരുണ്ടാക്കി തിന്നില്ല. മത്തൻ്റെ ഇലല്ലേന്ന് പറഞ്ഞാൽ നിസാരാക്കി തട്ടുന്ന സാധനം കേട്ടോ. എല്ലാവരും അങ്ങനെ വിചാരിക്കരുത്. കാരണം നമ്മളെ മുറ്റത്തുള്ളതാണെങ്കിലും നമ്മൾ അങ്ങനത്തൊക്കെ ഓരോ ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിച്ച് നമ്മളെ ശരീരത്തിന് തന്നെയാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇലകളൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് ഉൾപ്പെടുത്തുക. ഈ ഇല മാത്രമല്ല, ചീരൻ്റെ ഇല, മത്തൻ്റെ ഇല, ചേമ്പിൻ്റെ ഇല, അതൊക്കെ അതിൽപ്പെട്ട, മുരിങ്ങൻ്റെ ഇല ഒക്കെ അതിൽപ്പെട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പകുതി രോഗങ്ങൾ കുറഞ്ഞു കിട്ടും. ഒരുവിധ ആൾക്കാരൊന്നും ഇതൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങണ ഉപ്പേരിക്ക് എന്തെങ്കിലും പയറോ വെണ്ടേ അങ്ങനെയൊക്കെയുള്ള ഗ്രീൻസാ, ക്യാരറ്റാ, ബീട്രൂട്ടൊക്കെ അതൊക്കെ ഇങ്ങനെ വരുന്നത് പല നാട്ടിൽ നിന്നും മരുന്നടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത് തന്നെയാണ്. അപ്പോൾ എത്ര ആയാലും നമ്മളെ വീട്ടിലുണ്ടാകണ ഈ ഇലക്കോ കായ്ക്കൊന്നും വെക്കൂല കേട്ടോ അതൊന്നും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഇങ്ങനത്തെ ഇലകളൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു രോഗം കുറഞ്ഞിട്ട് അത്രയും നമുക്ക് നല്ലതല്ലേ. ദുനിയാവിൽ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് ആരോഗ്യമില്ലാത്തൊരു ഇതാണെങ്കിൽ പിന്നെ നമുക്ക് ദുനിയാവിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് കൊളസ്ട്രോളും ഒക്കെ കുറക്കുമെന്നാണ് പറഞ്ഞത്. ചീത്ത കൊളസ്ട്രോളിന് ഒഴിവാക്കും, നല്ല കൊളസ്ട്രോൾ നിയന്ത്രിക്കും എന്നൊക്കെ കേട്ടോ പറഞ്ഞത്. അതുപോലെ പ്രമേയക്കാർക്കൊക്കെ ഇത് ഈ ഇല സ്ഥിരം തിന്നാൽ കുറേ പ്രമേയത്തിനൊക്കെ ശമനം കിട്ടുമെന്നാണ് പറയുന്നത്. ഇതാരും ശ്രദ്ധിക്കലില്ല.
അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ആർക്കും കായ് കൊടുത്ത് വാങ്ങണ്ടല്ലോ, അവരാരും മുറ്റത്തുണ്ടാകുന്ന സാധനമല്ലേ. 4 ഇല നുള്ളി കൊടുന്നുകൊണ്ട് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ തോനെ ഇല ദിവസം നുള്ളാൻ പറ്റില്ലാണ്ട് 4 ഇല നുള്ളി കൊടുന്നുകൊണ്ട് കഞ്ഞിൻ്റെ വെള്ളത്തിൽ പിച്ചിട്ടുകൊണ്ട് തിളച്ച് വരുമ്പോൾ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുകൊണ്ട് പിന്നെ 2 പച്ചമുളക് എന്തെങ്കിലും മുറിച്ചിട്ടുകൊണ്ട് കഞ്ഞിൻ്റെ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇല പിച്ചിട്ടുകൊണ്ടായാലും അത് കൂട്ടുക. അപ്പോൾ നമ്മൾ ശരീരത്തിൽ എങ്ങനെ ഈ ഇല എത്താൻ നോക്കുക, അതിനുള്ളൊരു പണി നമ്മൾ നോക്കുക. അത്രയും നല്ലൊരു ഇല, നമുക്കിതിനോട് തീരെ ഒരു ഇതില്ല. അതുകൊണ്ടാണ് നമ്മളാരും ഇതിമൊക്കെ ശ്രദ്ധിക്കാത്തത്, ഞാനടക്കം. നമ്മളിതൊക്കെ കേട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വില അറിയണത്. നമ്മൾക്കിതൊന്നും അറിയില്ല, നമ്മൾ മത്തൻ്റെ ഇലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി കൂടും. അപ്പം എല്ലാവരും ഇത് അങ്ങനെ ചെയ്ത് നോക്കി നമ്മളെ ജീവിതത്തിൽ രോഗങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തടിസുഖമില്ലാതെ നമുക്ക് ദുനിയാവിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തിട്ട് നമുക്ക് തടിക്ക് രോഗങ്ങൾ വരാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇലവർഗ്ഗങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം അപ്പോൾ പറയും പച്ചക്കറിയൊക്കെ നമ്മളിപ്പോൾ ഈ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഈ ഇലകൾ തിന്നൽ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം ബാക്കിയൊക്കെ കടകളിൽ നിന്ന് മേടിച്ച് കൊടുത്തിട്ട് വേഗം കഴുകി വൃത്തിയാക്കി അത് അടുപ്പത്ത് വെച്ച് നമ്മൾ വേവിക്കലാണ് സ്ഥിരം നമ്മൾ ചെയ്യുന്ന ഇടപാട്. പക്ഷേ അതിനെക്കാട്ടിയൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മളെ പറമ്പിൽ തന്നെ കുറച്ച് ചീരൻ്റെ ഇല ഉണ്ടാക്കുക, മുരിങ്ങൻ്റെ ഇല ഉണ്ടാക്കുക, ഇതുപോലെ മത്തന്, ചിരങ്ങ, കുമ്പളം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളൊക്കെ നമുക്കിങ്ങനെ ഓരോ ദിവസം മാറി മാറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യമുള്ളൊരു ജീവിതം എല്ലാവരുടെ ജീവിതത്തിൽ തെറ്റല്ലേ, മനസ്സമാധാനം അതല്ലേ നമുക്ക് വേണ്ടിയത്. അതില്ലാതെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഒക്കെ പറയാൻ മറന്നിട്ടോ. അപ്പം നമ്മളെ ഇല ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഉപ്പിൻ്റെ കുറവുണ്ടായപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ വേറെ എന്തെങ്കിലും പിന്നെ മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തായാലും ഇറച്ചി പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചോറിൽ കൂട്ടി കുഴച്ചിട്ടായാലും തിന്നാൻ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നമ്മളെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ. അപ്പോൾ ഇത്രയും പറയണത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനത്തിൽ നമ്മൾ മരുന്നും ഇതൊന്നും അടിക്കാതെ നല്ല ഒറിജിനലായിട്ടുള്ള ഇലകളാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് കേട്ടോ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ പറഞ്ഞതിൽ പോരായ്മകളും എല്ലാതും ഉണ്ടാവും കേട്ടോ, തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ മത്തൻ്റെ ഇല ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. തുള്ളി വെള്ളമില്ലാതെ നല്ല വിടർന്ന് എല്ലാം ഒറ്റൊറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ് ചോറ്റക്കൊക്കെ കൂട്ടാൻ. അപ്പോൾ നമുക്കെല്ലാവർക്കും ആരോഗ്യ ആഫിയത്തും സൗഖ്യം സമാധാനം നമ്മളെ ജീവിതത്തിൽ പടച്ചവൻ പ്രദാനം ചെയ്യട്ടെ അല്ലേ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.